മക്കളെ, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമറാണ് ഡാഷ്. പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ? അത് PVC ആണ്. നമ്മുടെ PVC പൈപ്പൊക്കെ അല്ലേ, PVC ആണ് എന്ത് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മോണോമർ ഏതായിരിക്കും? ആ പോളി എന്നുള്ളത് ഒഴിവാക്കിയാൽ പോരെ. ഏതാണ് നമ്മളെ മോണോമർ? വിനൈൽ ക്ലോറൈഡ് ആണ്. ആരാണ്? വിനൈൽ ക്ലോറൈഡ് ആണ് പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ. അപ്പം എന്താണ് ഈ മോണോമർ പോളിമർ എന്നൊക്കെ പറഞ്ഞാൽ? ഒരുപാട് തന്മാത്രകൾ, ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് വലിയൊരു ബൃഹത് തന്മാത്രയായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോളിമറൈസേഷൻ എന്ന് പറയാം. ഇതിലുള്ള ഈ ലഘു തന്മാത്രകളാണ് എന്ത്? മോണോമറുകൾ. അത് കൂടിച്ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോളിമർ എന്ന് പറയുക അല്ലേ. ഇതിൽ PVCയിൽ വിനൈൽ ക്ലോറൈഡ് ആണ് എന്ത് ചെയ്യുക? കൂടിച്ചേരുക. ഒരുപാട് വിനൈൽ ക്ലോറൈഡ് കൂടിച്ചേർന്നിട്ട് എന്തായി മാറും? PVC ആയി മാറും. അപ്പോൾ വിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ അല്ല പോളിമർ ആണ് ആര്? PVC എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ PVCൻ്റെ പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ ആണ് ആര്? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ആൾ അല്ലേ. ഇനി ഈഥീൻ എന്ന് വെച്ചാൽ, ഈഥീൻ ഒരു മോണോമർ ആണെങ്കിൽ ഈഥീനിൻ്റെ പോളിമർ ആരായിരിക്കും? ഈഥീനിൻ്റെ പോളിമർ ആരാണ്? പോളിത്തീൻ ആണ്. ആരാണ്? പോളിത്തീൻ ആണ്. വൺ വേർഡിന് ചോദ്യം വരുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രകൃതിദത്ത റബ്ബറിൻ്റെ, നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ആരാണ്? ആരാണ്? ഐസോപ്രീൻ ആണ്. ആരാണ്? ഐസോപ്രീൻ ആണ്. അപ്പം ഐസോപ്രീൻ ആരുടെയാണ്? റബ്ബറിൻ്റെ മോണോമറാണ്. ടെട്രാഫ്ലൂറോഈഥീൻ ആരുടെയാണ്? ആരുടെ മോണോമറാണ്? ടെഫ്ലോണിൻ്റെ. ആരുടെയാണ്? ടെഫ്ലോണിൻ്റെ മോണോമറാണ്. അപ്പോൾ മോണോമർ പോളിമർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വൺ വേർഡിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ ആണ് ഡാഷ്, അല്ലെങ്കിൽ മോണോമർ ഡാഷ് ആണ്. ഏതാണ്? ഈഥീന്, വിനൈൽ ക്ലോറൈഡ്, ഐസോപ്രീന്, ടെട്രാഫ്ലൂറോഈഥീൻ. ആരാണ്? ഐസോപ്രീൻ ആണ്. ആരാണ്? ഐസോപ്രീൻ ആണ്. അപ്പോൾ ഈ മോണോമർ പോളിമർ എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പോളിമറൈസേഷൻ ആണ് എന്നുള്ള ഓർമ്മ വേണം. ഇനി നോക്കിക്കേ, ചില പോളിമറൈസേഷൻ്റെ ചില എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് താഴെ. ഇതാരാ? CH2 എന്ന് പറഞ്ഞാൽ അത് ഈഥീൻ ആണ്. ഈഥീൻ ഒരുപാട് എണ്ണം, N നമ്പർ ഓഫ് ഈഥീൻ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പോളിത്തീൻ ആകും. പോളിത്തീനെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എഴുതുക. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും, താഴെ ഒരു N ഉണ്ടായിരിക്കും. ആ N കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ്? പോളിമറൈസേഷൻ ആണ്. ഇനി വിനൈൽ ക്ലോറൈഡ്, N നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? PVC ആകും, പോളിവിനൈൽ ക്ലോറൈഡ് ആകും. ഇനി ലാസ്റ്റത്തത് എന്താണ്? അതെന്താണ്? ടെഫ്ലോൺ ഉണ്ടാകുന്നതാണ് കേട്ടോ. ടെഫ്ലോൺ ഉണ്ടാകുന്നതാണ്. ടെഫ്ലോൺ ആണിത്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ CF2 വരുന്നു, താഴെ ഒരു N എഴുതി കഴിഞ്ഞാൽ അത് ഏതാണ്? ടെഫ്ലോൺ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, പോളിമറൈസേഷൻ എന്തായാലും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോളിമറൈസേഷൻ എന്ന് വരും. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏത് തന്മാത്രയ്ക്കാണ് അഡീഷൻ രാസപ്രവർത്തനത്തിന് വിധേയമാകാൻ കഴിയുന്നത്? എന്താണ് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഹൈഡ്രോ കാർബണുകൾ എന്തായി മാറുന്നത്? ആരോടെങ്കിലും കൂടി ചേർന്നിട്ട് സാച്ചുറേറ്റഡ് ആയി മാറുന്നത്, പൂരിത ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുന്നതാണ് എന്ത്? ഈ അഡീഷൻ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ളത് എന്താവും? സിംഗിൾ ബോണ്ട് ആവും. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് എന്താവും? ഡബിൾ ബോണ്ടായിട്ട് മാറും. നോക്കിയാലോ. ഇനി ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ അവിടെ അടുത്ത് ആരുണ്ട്? ഇതാരാ ആള്? CH3CH ഡബിൾ ബോണ്ട് CH2 ആരാണ്? പ്രൊപ്പീൻ ആണ്. ആരാണ്? പ്രൊപ്പീൻ ആണ്. പ്രൊപ്പീൻ്റെ കൂടെ ആര് കൂടി ചേരുന്നു? ക്ലോറിൻ കൂടി ചേരുന്നു. അപ്പം എന്താ ഉണ്ടാവേണ്ടത്? ഒരു ക്ലോറിൻ എന്ത് ചെയ്യും? ഇവിടേക്കും പോകും, ഒരു ക്ലോറിൻ ഈ CH2ലേക്കും പോകും. അവർക്കിടയിലുള്ള ഡബിൾ ബോണ്ട് മാറിയിട്ട് ഏതാവും? സിംഗിൾ ബോണ്ട് ആവുകയും ചെയ്യും. അപ്പം എന്താ വരെ ഉത്തരം? CH3, CHൻ്റെ കൂടെ ആര് വരും? ഒരു Cl വരും. ഡബിൾ ബോണ്ട് എന്താകും? സിംഗിൾ ബോണ്ട് ആകും. CH2ൻ്റെ കൂടെ ആര് വരും? Cl വരും. മാറിയില്ലേ? ഏതായി മാറി? സിംഗിൾ ബോണ്ട് ഉള്ള ആളായി മാറിയില്ലേ? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആളായി മാറിയില്ലേ? അടുത്ത നോക്കിക്കേ,
CH2 അത് ഏതാണ്? ഈഥീനാണ്. ഈഥീൻ്റെ കൂടെ ഹൈഡ്രജൻ ചേരും. പക്ഷെ ആര് വേണം അവിടെ? നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് വേണം കേട്ടോ. ഈ ഹൈഡ്രജൻ എന്താ ഉണ്ടാവുക? ഒരു ഹൈഡ്രജൻ ഇവിടേക്കും പോകും, ഒരു ഹൈഡ്രജൻ ഇവിടേക്കും പോകും. ഇടയിലുള്ള ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ടായി മാറും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 അല്ലേ? അടുത്ത നോക്കിക്കേ, CH2ൻ്റെ കൂടെ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഹൈഡ്രജന് പകരം ആരാ ചേരുന്നേ? HCl ആണ് ചേരുന്നത്. അപ്പം എന്താ, സാധാരണ പോലെ തന്നെ ഒരു H ഇവിടേക്കും പോകുന്നു, ഒരു Cl ഇവിടേക്കും പോകുന്നു. ഇടയിലുള്ള ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടായി മാറുന്നു. അപ്പം എങ്ങനെ വരും? CH3 CH2 Cl, CH3 സിംഗിൾ ബോണ്ട് CH2 Cl എന്ന് വരും. ലാസ്റ്റത്തെ ഒന്ന് നോക്കിക്കേ, CH3 CH ഡബിൾ ബോണ്ട് CH3 പ്ലസ് HBr. ആരാണ് കൂടെ ചേരുന്നത്? HBr ആണ്. ഡബിൾ ബോണ്ട് ഉള്ള സ്ഥലത്തേക്ക് രണ്ടാൾക്കാർ പോകുന്ന ആലോചിച്ചാൽ മതി. ഒരു ഹൈഡ്രജൻ നേരെ ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പുറത്തേക്കും ഈ ബ്രോമിൻ നേരെ ഇപ്പുറത്തേക്കും പോകും. പോയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? CH3 CH2 സിംഗിൾ ബോണ്ട് CHൻ്റെ കൂടെ ആരുണ്ടാവും? Br ഉണ്ടാവും. CH3. ക്ലിയർ ആണോ? ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആയിട്ട് ആൾക്കാരെ കൊടുക്കുന്നു. ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് എന്താക്കുന്നു? സിംഗിൾ ബോണ്ടാക്കി മാറ്റുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തേക്ക് പോയാലോ? ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് ആണ് തന്നിട്ടുണ്ട്. ഡാഷ് ആണ് എന്ത്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. അപ്പം ഏതാ? ആ പോളി അങ്ങോട്ട് മാറ്റിയാൽ മതി. ഏതാണ് ഉത്തരം വരിക? ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് വരിക. മോണോമറിനെയാണ് കേട്ടോ ചോദിച്ചത്. ഇനി ചുവടെ നൽകിയിരിക്കുന്ന സമവാക്യങ്ങൾ പൂർത്തീകരിക്കുക. കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യാനാണ്? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് നോക്കിക്കേ, X plus Cl2 gives CH3 CH2 Cl plus HCl. ആ എക്സ് ഏതാന്ന് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എക്സ് ഏതാന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടിയ ഉത്തരം നോക്കിക്കേ, ഏതോ ഒരു ഹൈഡ്രോ കാർബണിലേക്ക് ആര് കയറി നിൽക്കുകയാണ്? Cl കയറി നിൽക്കുകയാണ്. പിന്നെ ഒരു ആര് വന്നിട്ടുണ്ട്? അടുത്ത Cl എവിടേക്ക് പോയിട്ടുണ്ട്? ഒരു ഹൈഡ്രജൻ്റെ കൂടെയും നിൽക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തതാണ്? മാറിയതാണല്ലേ. ഇതിനെ നമ്മൾ എന്താ പറയുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശരാസപ്രവർത്തനമാണ്. എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശരാസപ്രവർത്തനം. നോക്കിക്കേ, ഇവിടെ എന്താ ഉണ്ടാവുക എന്നറിയോ? ഇത് ഏതായിരിക്കും? ഈഥേൻ ആയിരിക്കും. ഏതായിരിക്കും? ഈഥേൻ ആയിരിക്കും. ഈഥേൻ്റെ കൂടെ ആര് ചേരുന്നു? Cl2 ക്ലോറിൻ ചേരുന്നു. എന്താ ഉണ്ടാവുക? ഇവിടെയുള്ള ഈ ലാസ്റ്റിലുള്ള 3 ഹൈഡ്രജന് ഒരു ഹൈഡ്രജനെ ആര് കൊണ്ടുപോകും? Clൻ്റെ അടുത്തേക്കും പോവും. ഒരു Cl എന്ത് ചെയ്യും? ആ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്ക് കയറിയിരിക്കും. ലാസ്റ്റത്തെ CH3 എങ്ങനെയായിരിക്കും? ലാസ്റ്റത്തെ CH3 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആര് വരും? Cl വരും. ആര് വരും? Cl വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? CH3നോട് Cl ചേർന്നാൽ, Cl2 ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? CH3 CH2 Cl പ്ലസ് HCl കിട്ടാം. ഇത് ഏതാണ് റിയാക്ഷൻ? ഏതാണ്? ആദേശരാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയാലോ? CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2 നമ്മൾ നേരത്തെ ചെയ്തു. എന്താണത്? അഡീഷൻ റിയാക്ഷൻ ആണല്ലേ. അപ്പം Cl2 എന്ത് ചെയ്യും? ഒരു Cl2 ഇവിടേക്ക്, ഒരു Cl ഇവിടേക്കും വരും, ഒരു Cl ഇവിടേക്ക് വരും. അവർ തമ്മിലുള്ള ഡബിൾ ബോണ്ട് എന്തായി മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. അത് എഴുതണ്ടല്ലോ. ഇനി അടുത്തത് CH3 CH2 CH3 താപം. ഇതിനെന്താ ചെയ്യണത്? ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കുന്ന സമയത്ത് CH4 കിട്ടി. കൂടെ ആരാണ് എന്നാ ചോദിക്കുന്നത്? ഒരു ഹൈഡ്രോ കാർബണിനെ ചൂടാക്കുക, വായു ഇല്ലാതെ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഏത് റിയാക്ഷൻ ആണ്? തെർമൽ ക്രാക്കിംഗ് ആണ്. ഏതാണ്? തെർമൽ ക്രാക്കിംഗ് ആണ്. അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ എന്താ നമ്മൾ പറയാ? താപീയ വിഘടനം. ഇത് താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ എന്താ ഉണ്ടാവുക? ഭയങ്കര മോളിക്കുലർ മാസ് ഉള്ള സാധനം താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ മോളിക്കുലർ മാസ് കുറഞ്ഞ 2 ആൾക്കാരായിട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ആരെ കിട്ടി? CH4 കിട്ടി. ആരെ കിട്ടി? CH4 കിട്ടി. നോക്കിക്കേ, ഇവിടെ നമ്മൾ കൊടുത്ത ആളാരാ? CH3 CH2 CH3. അതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട് ഇല്ലേ? അതിലൊരു CH4 ഇവിടെ കിട്ടി. അപ്പം ഇനി ബാക്കി എത്ര ആൾക്കാരുണ്ടാവും? 2 കാർബണും ഉണ്ടാവും,
4 ഹൈഡ്രജനും ഉണ്ടാവും. C2H4 അല്ലേ ഉണ്ടാവുക. ഈ C2H4 ഏത് കോമ്പൗണ്ടാണ്? C2H4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C2H4 CnH2n ആണ്. അപ്പം നമ്മൾ ആൾ ആരായിരിക്കും? CH2 ഡബിൾ ബോണ്ട് CH2 ആരായിരിക്കും നമുക്കിവിടെ കിട്ടുക? CH2 ഡബിൾ ബോണ്ട് CH2. ഇത് തെർമൽ ക്രാക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. പ്രൊപ്പെയിനെ നമ്മൾ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കിട്ടും? മീഥേനും കിട്ടും, ഈഥീനും കിട്ടും. മീഥേനും കിട്ടും, ഈഥീനും കിട്ടും. ഇനി അടുത്ത് നോക്കിക്കേ, തെർമൽ ക്രാക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഹെപ്റ്റെയിൻ. ആരെയാണ്? ഹെപ്റ്റെയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കാർബണുള്ള ഹെപ്റ്റെയിനെ നമ്മൾ ചൂടാക്കുന്നു. താപീയ വിഘടനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? 7 എണ്ണാണ്. 4 എണ്ണമുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും, പിന്നെ 3 എണ്ണമുള്ളൊരു ആൽക്കീനും ഉണ്ടായിരിക്കും. അങ്ങനെ എന്താ 4 എണ്ണമുള്ള ആൽക്കീനെ നമ്മൾ എന്താ പറയുക? ബ്യൂട്ടേൻ. CH3 CH2 CH2 CH3 ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടായിരിക്കും? 3 കാർബണുള്ള ഹൈഡ്രോ കാർബൺ. 3 കാർബൺ ഉള്ളതാണ്. ഇത് എന്തായി മാറും? ആൽക്കീനായി മാറും. അപ്പം എങ്ങനെയാണ് വരിക? CH3 CH ഡബിൾ ബോണ്ട് CH2 അല്ലേ? ക്ലിയർ ആണോ? താപീയ വിഘടനം, തെർമൽ ക്രാക്കിംഗ് ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ബോക്സിൽ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. പട്ടികയിൽ ഒരു 3 എണ്ണം തന്നിട്ടുണ്ട്. അത് ബോക്സിൽ ഏതാണോ പേര് എടുത്തെഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ നോക്കിക്കേ, എന്താ ഉണ്ടാവുന്നേ? ഡബിൾ ബോണ്ട് ഉള്ള ഒരാളുണ്ട്, ഹൈഡ്രജൻ അയാളെ കൂടെ കൂടുന്നുണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് മാറിയിട്ട് എന്താവുന്നുണ്ട്? സിംഗിൾ ബോണ്ട് ആവുന്നുണ്ട്. ഇത് ഏതാണ് റിയാക്ഷൻ? അഡീഷൻ ആണ്. ഏതാണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ നോക്കിക്കേ, CH3 ആര് കൂടി ചേരുന്നു? Cl2 കൂടി ചേരുന്നു. അപ്പൊ എന്താ ഉണ്ടാവുന്നേ? ഒരു ഹൈഡ്രജൻ അവിടുന്ന് മാറ്റിയിട്ട് അവിടേക്ക് ആര് വന്നിരിക്കുകയാണ്? ക്ലോറിൻ വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ എന്താ പറയുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്നാണ് പറയുക. ലാസ്റ്റത്തെ നോക്കിക്കേ, മീഥേനെ എന്ത് ചെയ്യാണ്? ഓക്സിജനുമായി പ്രവർത്തിക്കുകയാണ്. ഒരു സാധനം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ഓക്സിജനിൽ ജ്വലിക്കുകയാണ്, കമ്പഷൻ ആണ് നടക്കുന്നത്, അവിടെ കത്താണ് ചെയ്യുക അല്ലേ? ഏതൊരു ഹൈഡ്രോ കാർബണിനെയും നമ്മൾ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തിക്കുകയാണ്, ജ്വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആൾക്കാർ ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായിരിക്കും. ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായിരിക്കും. അപ്പൊ ഇത് ഏതാണ്? ജ്വലനമാണ് അല്ലെങ്കിൽ കമ്പഷൻ ആണ്. മൂന്നാമത്തത് ജ്വലനമാണ് അല്ലെങ്കിൽ കമ്പഷൻ ആണ്. ഇനി ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കോ. നമ്മുടെ LPG ഹൈഡ്രോ കാർബൺ ആണെന്ന് അറിയാലോ. ഈ LPGയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? ബ്യൂട്ടേൻ. ഈ ബ്യൂട്ടേൻ LPG കത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ വെള്ളമാണ് ഉണ്ടാവുക. ഈ ഇക്വേഷനെ എന്ത് ചെയ്യാൻ പറയും? ബാലൻസ് ചെയ്യാൻ പറയും. ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറയും? ബാലൻസ് ചെയ്യാൻ പറയും. നമുക്കറിയാം ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? C4H10 ആണ്. ഓക്സിജനുമായിട്ട് കൂടി ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും, H2Oയും ഉണ്ടാകും. എങ്ങനെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യും? നമുക്കിവിടെ കാർബണിൻ്റെ മുന്നിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ ആകെ എത്ര കാർബണായി? 8 കാർബണായി. ആകെ എത്ര കാർബണായി? ഇവിടെ 8 കാർബണായി. അപ്പൊ ഇപ്പത്തെ സൈഡിലും 8 കാർബൺ വേണ്ടേ? ഏരോ മാർക്കിന്റെ അപ്പുറത്തും എന്ത് വേണം? 8 കാർബൺ വേണം. അപ്പൊ നമ്മൾ ഇവിടെ എന്തിട്ട് കൊടുക്കുന്നു? 8 എന്നിട്ട് കൊടുക്കുന്നു. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരുന്നു? 10 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ഇവിടെ 2 ഇട്ട് കൊടുത്ത സമയത്ത് ആകെ എത്ര ഹൈഡ്രജനായി? 20 ഹൈഡ്രജനായി. ഇവിടെയും 20 ഹൈഡ്രജൻ വേണ്ടേ? ഇവിടെ 20 ഹൈഡ്രജൻ വേണമെങ്കിൽ നമ്മൾ ഇവിടെ എന്തിട്ട് കൊടുക്കണം? 10 എന്നിട്ട് കൊടുക്കണം. ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? മുന്നിൽ 10 എന്നിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജനായി? 20 ഹൈഡ്രജനായി. ഇനി ആരെ എണ്ണം നമ്മൾ നോക്കണം? ഓക്സിജന്റെ എണ്ണം നോക്കണം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 10 ഓക്സിജൻ ഉണ്ട്. ഇവിടെയോ 16 ഓക്സിജൻ ഉണ്ട്. 10ഉം 16ഉം 26 ഓക്സിജൻ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലാകെ പ്രൊഡക്റ്റിന്റെ സൈഡിലാകെ എത്ര ഓക്സിജൻ ഉണ്ട്? 26 ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഓക്സിജന്റെ മുന്നിൽ 13 എന്നിട്ട് കൊടുക്കണം. അപ്പം ബ്യൂട്ടേൻ അല്ലെങ്കിൽ പ്രൊപ്പെയിൻ്റെ ജ്വലനം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്തായാലും ചോദിക്കും. അത് പഠിച്ചു വെച്ചിരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഉൽപ്പന്നങ്ങളുടെ രാസവാക്യം പേര് എഴുതി താഴെ കൊടുത്തിരിക്കുന്ന രാസസമവാക്യങ്ങൾ പൂർത്തീകരിക്കുക. നോക്കിക്കേ, CH3 CH
ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2. Cl2നെ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യണ സമയത്ത് എന്ത് റിയാക്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുക? ഡബിൾ ബോണ്ട് മാറിയിട്ട് അത് സിംഗിൾ ബോണ്ട് ആവണം. അഡീഷൻ റിയാക്ഷൻ ആണ് ഉണ്ടാവുക. ഉത്തരം എന്തായിരിക്കും? CH3 CHന്റെ കൂടെ ആര് വരും? Cl വരും. ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആവും. CH2ന്റെ കൂടെ ആരുണ്ടാവും? Cl ഉണ്ടാവും. അത് അഡീഷൻ റിയാക്ഷൻ ആണ്. അടുത്തത് C2H6 പ്ലസ് Cl2 സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ. ഈ C2H6 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാം, CH3 എന്ന് എഴുതാം. ഈ CH3ന്റെ കൂടെ Cl2 കൂടി ചേരാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ആര് വരും? ഒരു Cl വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് വരും? CH3 CH2 Cl പ്ലസ് HCl. ഇത് ഏതാണ് റിയാക്ഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനമാണ്. അടുത്തത് NCH2 ഡബിൾ ബോണ്ട് CH2 ഉയർന്ന താപം മർദ്ദം കാറ്റലിസ്റ്റ്. ഈ ഒരു N കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത് ഉറപ്പിച്ചോളൂ, അത് എന്താണ്? പോളിമറൈസേഷൻ ആണ്. അതിൻ്റെ ഉത്തരം നമ്മൾ എങ്ങനെ എഴുതാം? CH2 സിംഗിൾ ബോണ്ട് CH2 അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നു, താഴെ N എന്ന് എഴുതുന്നു. ഇത് ഏതാ സാധനം? പോളിത്തീൻ ആണ്. ഏതാണ്? പോളിത്തീൻ ആണ്. അതിലൊരു B ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രൊപ്പൈൻ ഇന്ധനം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമീകൃത രാസസമവാക്യം എഴുതുക. പ്രൊപ്പൈൻ ഫ്യൂവല് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇക്വേഷൻ, അതായത് രാസപ്രവർത്തനത്തിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. പ്രൊപ്പൈൻ നമുക്ക് തന്നിട്ട് എന്താണ്? C3H8 ആണെന്ന് തന്നിട്ടുണ്ട്, അറിയാം. കത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഉണ്ടാവുന്നത് ആരൊക്കെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ 3 കാർബൺ ഉണ്ട്, ഇവിടെ ആകെ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 3 എന്നുള്ളൊരു നമ്പർ മുന്നിലിട്ട് കൊടുക്കണം. അപ്പൊ 3 കാർബൺ ആയി അല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ഇവിടെ എത്ര ഹൈഡ്രജനേ ഉള്ളൂ? 2 ഹൈഡ്രജനേ ഉള്ളൂ. അതിനെ 8 ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? H2ന്റെ മുന്നിലൊരു 4 ഇട്ട് കൊടുക്കുക. ഇവിടെ അപ്പൊ എത്ര ഹൈഡ്രജൻ ആയി? 8 ഹൈഡ്രജൻ ആയി. ആകെ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 6 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10 ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇവിടെ 10 ഓക്സിജൻ ആണെങ്കിൽ ഇപ്പുറത്ത് റിയാക്റ്റന്റിന്റെ സൈഡിലും 10 ഓക്സിജൻ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 5 എന്നിട്ട് കൊടുക്കണം. ക്ലിയർ ആണോ? ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷൻ വരും. ഏതൊക്കെ? പ്രൊപ്പൈനിന്റെയും അതേപോലെ തന്നെ ബ്യൂട്ടൈനിന്റെയും വരും. അത് പഠിച്ചു വെച്ചോളാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഒരു രാസപ്രവർത്തന സമവാക്യം നൽകിയിരിക്കുന്നു. എയുടെ ഘടനാവാക്യം എഴുതുക. CH3 CH2 CH3 ഹീറ്റ് ചെയ്യുന്നു, A പ്ലസ് CH4 കിട്ടുന്നു. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ചെയ്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ആരെയായിരുന്നു കിട്ടിയിരുന്നത്? CH2 ഡബിൾ ബോണ്ട് CH2നെയാണ് നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ? ഈ CH2 ഡബിൾ ബോണ്ട് CH2 ആരാണ്? ഈഥീനാണ്. എയെ പോളിമറൈസേഷന് വിധേയമാക്കിയാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏത്? ഈഥീനെ പോളിമറൈസേഷന് വിധേയമാക്കിയാൽ ഏതാ ഉണ്ടാവുക? പോളിത്തീൻ ആണ് ഉണ്ടാവുക. ആരാണ് ഉണ്ടാവുക? പോളിത്തീൻ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോളാണ് എത്തനോൾ. എത്തനോള് വ്യാവസായികമായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോളാണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാൽ എന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാൽ എന്ത് എന്നാണ് ചോദിക്കുന്നത്. അതിന് മുന്നേ ആൽക്കഹോള് 2 ആൾക്കാരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, മെത്തനോളിനെയും എത്തനോളിനെയും. ഈ മെത്തനോൾ എന്ന് വെച്ചാൽ അതിന് വുഡ് സ്പിരിറ്റ് എന്നാണ് പറയാം. എത്തനോളിനെ നമ്മൾ എന്താ പറയാ? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് പറയാം. ഇനി എങ്ങനെയാണ് നമ്മൾ മെത്തനോൾ ഉണ്ടാക്കുക? മെത്തനോൾ ഉണ്ടാക്കുന്നത് കാർബൺ മോണോക്സൈഡ് വെച്ചിട്ടാണ്. എത്തനോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എത്തനോളിനാണ് വ്യാവസായികമായിട്ട് കുറച്ചും കൂടി പ്രാധാന്യം കൂടുതലുള്ളത്. എത്തനോൾ നമ്മൾ ബീവറേജസ് ആയിട്ട് ഉപയോഗിക്കും, പെയിന്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കും, മരുന്നുണ്ടാക്കുമ്പം സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് ഉപയോഗം ആർക്കുണ്ട്? മെത്തനോളിന്. മെത്തനോളിനല്ല, എത്തനോളിനുണ്ട്. എത്തനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു മദർ ലിക്വർ കിട്ടും. ഈ മദർ ലിക്വർ എന്ത് ചെയ്യണം? നമ്മൾ ഫെർമെന്റ് ചെയ്യണം. ലയിപ്പിച്ച് നേർപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ ഈസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഫെർമെന്റ് ചെയ്യും. ഈ ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റിൽ 2 എന്തുണ്ടാവും? എൻസൈമുകൾ നമ്മൾ ഉപയോഗിക്കും. ഏതൊക്കെയാണത്? ഇൻവെർട്ടേസും സൈമേസും. ഏതൊക്കെയാണ്? ഇൻവെർട്ടേസും സൈമേസും. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന പഞ്ചസാര അല്ലെങ്കിൽ സുക്രോസിനെ നമ്മൾ ലയിപ്പിക്കും. അത് ഇൻവെർട്ടേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ആരൊക്കെ കിട്ടാം? ഗ്ലൂക്കോസും ഫ്രക്ടോസും
ഫ്രക്ടോസും കിട്ടും. അതിനെ നമ്മൾ സൈമേസിലിട്ട്, സൈമേസിൽ നിന്ന് എൻസൈം കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അതിലിട്ട് കൊടുത്താൽ എന്തുണ്ടാവും? നമുക്ക് എത്തനോള് കിട്ടും. ആര് കിട്ടും? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുക. എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുക. ഇങ്ങനെ കിട്ടുന്ന എത്തനോൾ, അതായത് ഫെർമെന്റേഷൻ വഴി കിട്ടുന്നത് 8 മുതൽ 10% വരെ എത്തനോൾ ഉള്ളതായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വാഷ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വാഷ് എന്ന് പറയുക. ഇനി 95.6% എന്ത് കോൺസെൻട്രേഷൻ ഉള്ളതാണ്? എത്തനോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുക? റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താണ് പറയുക? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാണ് പറയുക. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് നമ്മൾ വ്യാവസായികമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചേർക്കും? വിഷപദാർത്ഥങ്ങൾ ചേർക്കും. ഈ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. എന്താണ് പറയുക? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. നമുക്ക് ഈ വിഷപദാർത്ഥമായിട്ട് ആരെ ചേർക്കാം? മെത്തനോളിനെയും ചേർക്കാം. കാരണം മെത്തനോൾ എന്താണ്? വിഷമാണ്. മെത്തനോൾ എന്താണ്? വിഷമാണ്. മെത്തനോളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഡീനാച്ചുവേർഡ് ആക്കാൻ വേണ്ടിയിട്ട് മെത്തനോളാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയുക? മെഥിലേറ്റഡ് സ്പിരിറ്റ്. എന്താണ് പറയുക? മെഥിലേറ്റഡ് സ്പിരിറ്റ്. ഇനി 99%-ത്തിലും അധികം പ്യുവർ ആയിട്ടുള്ള എത്തനോൾ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താണ് പറയുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും നമ്മൾ പെട്രോളും കൂടി ചേർന്നിട്ട് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കും. അതിനെ നമ്മൾ എന്ത് പറയും? പവർ ആൽക്കഹോൾ. അതിനെന്താണ് പറയുക? പവർ ആൽക്കഹോൾ എന്നാണ് പറയുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാൽ എന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണ്? നമുക്ക് കിട്ടുന്നതിൽ 95.6% എത്തനോൾ ഉണ്ടെങ്കിൽ അതെന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്. അബ്സല്യൂട്ട് ആൽക്കഹോളിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ്? 99% പ്യുവർ ആയിട്ടുള്ളതാണ്. പ്യുവർ ആയിട്ടുള്ള എത്തനോളിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ABC കോളങ്ങൾ ചേരുംപടി ചേർത്തെഴുതുക. റെക്ടിഫൈഡ് സ്പിരിറ്റ്, വിനാഗിരി തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ് നമ്മളിപ്പോൾ പറഞ്ഞു. 95.6% എത്തനോളാണ് എന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ എത്തനോള് നമ്മുടെ ആൽക്കഹോൾ ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരുന്നു മക്കളെ? OH ആണ്. ഏതായിരുന്നു? OH ആണ്. ഇനി വിനാഗിരി തന്നിട്ടുണ്ട്. വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 മുതൽ 8% വരെ എത്തനോയിക് ആസിഡ് ആണ്. ആര്? വിനാഗിരി. ഈ എത്തനോയിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? COOH ആണ്. ഏതാണ്? COOH ആണ്. ഈ എത്തനോയിക് ആസിഡിനെ നമ്മൾ എന്ത് പറയും? അസറ്റിക് ആസിഡ് എന്നൊക്കെ പറയും. എന്താ പറയുക? അസറ്റിക് ആസിഡ് എന്നൊക്കെ പറയും. ഈ എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ? എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത് ഇതാരാണ്? ആള് CH3OH ആരാണ്? മെത്തനോളാണ്. മെത്തനോളും കാർബൺ മോണോക്സൈഡും ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ആരെ കിട്ടും? എത്തനോയിക് ആസിഡിനെ കിട്ടും. ആരെ കിട്ടും? എത്തനോയിക് ആസിഡിനെ കിട്ടും. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം പൂർത്തീകരിക്കുക. ഉൽപ്പന്നത്തിന്റെ IUPAC നാമം എഴുതുക. എന്താ അവിടെ തന്നിട്ടുള്ളത്? CH3COOH. ആരാണിത്? CH3COOH എന്ന് പറഞ്ഞാൽ എത്തനോയിക് ആസിഡ് ആണ്. ഇതാരാണ്? CH3CH2OH എന്ന് പറഞ്ഞാൽ ആരാണ്? 2 കാർബൺ ഉള്ള ആൽക്കഹോളാണ്. 2 കാർബൺ ഉള്ള ആൽക്കഹോളിന് നമ്മൾ എന്താ പറയുക? എത്തനോൾ എന്നാണ് പറയുക. എന്താണ് പറയുക? എത്തനോൾ എന്നാണ് പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ആരോ ഒരാൾ ഉണ്ടാകും. ആരാ ഉണ്ടാവുക? ഇവിടെ H2O ഉണ്ടല്ലേ? ഈ H2O എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ഉള്ള ഈ H2O ആണ്. ഈ H2O ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരൊക്കെയാ ഉള്ളതെന്ന് നേരെ എഴുതിയാൽ മതി. ആരൊക്കെയാ ഉള്ളത്? CH3, COO, CH2, CH3. ഇതാണ് ആര്? ഈഥൈൽ എത്തനോയേറ്റ്. ഇതാണ് ആര്? ഈഥൈൽ എത്തനോയേറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ആര്? എസ്റ്റർ. ഇതാണ് ആര്? എസ്റ്റർ. അപ്പൊ എസ്റ്റർ ഉണ്ടാക്കാൻ ആരൊക്കെ വേണം? എത്തനോയിക് ആസിഡിന്റെ കാർബോക്സിലിക് ആസിഡും വേണം. അതേപോലെ തന്നെ ആരും വേണം? ആൽക്കഹോളും വേണം. ആരും വേണം? ആൽക്കഹോളും വേണം. ശ്രദ്ധിച്ചോണം കേട്ടോ എസ്റ്റർ ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം, എത്തനോയിക് ആസിഡ് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ഓർഗാനിക് സംയുക്തമാണ്. എത്തനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കിയത്? CH3OHനെ
CO ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നു. ആരുടെ സാന്നിധ്യത്തിൽ? കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ. ഇനി എത്തനോയിക് ആസിഡിന്റെ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക. ഒരു ഉപയോഗമല്ല, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. റബ്ബറിന്റെ നിർമ്മാണത്തിൽ, റബ്ബർ ഇൻഡസ്ട്രിയിലുണ്ട്, റയോൺ നിർമ്മിക്കുമ്പോഴുണ്ട്, റബ്ബർ റയോൺ പോലെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കുമ്പം ആര് വേണം? എത്തനോയിക് ആസിഡ് വേണം. പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുയോജ്യമായവ ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ഇവയിൽ എസ്റ്റർ ഏത്? എസ്റ്റർ ഏത് നോക്കിയാൽ ആകെ ഇത് നോക്കിയാൽ മതി. എസ്റ്റർ ആണെങ്കിൽ എസ്റ്ററിൽ ആരുണ്ടാവും? COO ഉണ്ടാവും. ആരുണ്ടാവും? COO. COOH ആണോ? COOH ആണെങ്കിൽ അത് ആരായി മാറി? കാർബോക്സിലിക് ആയി മാറി. ഇവിടെ COO കണ്ടു കഴിഞ്ഞാൽ അതാണ് ആര്? എസ്റ്റർ. അപ്പൊ ഇതിൽ ആരാണ് എസ്റ്റർ? ഇയാളാണ് ആര്? എസ്റ്റർ ആയിട്ട് വരുന്നത്. ഈ എസ്റ്റർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സംയുക്തങ്ങൾ ഏതെല്ലാം? നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? CH3COOH-ഉം CH3CH2OH-ഉം കൂടി ചേർന്നാലാണ് ആരുണ്ടാവുക? ഈഥൈൽ എത്തനോയേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ എസ്റ്റർ ഉണ്ടാവുക. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. കുറച്ച് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ റിയാക്ഷൻസും അതിന്റെ ഇക്വേഷൻസും ടെക്സ്റ്റിലുള്ളത് മാത്രം നോക്കിയാൽ മതി, പുറമേ നിന്നൊന്നും വരൂല. ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പാഠമാണിത്. നന്നായിട്ട് പഠിക്കുക, വീഡിയോ കാണുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക.